ആര്യനാട് കുടുംബശ്രീ CDSനെതിരെ ചില രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെ കുടുംബശ്രീ CDS ആര്യനാട് ജംഗ്ഷനിൽ ധർണയും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി KS അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ JR സുനിതകുമാരി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S സുനിത, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന സുന്ദരം, ലേഖ, സനോജ, സരസ്വതി അമ്മ, സരസ്വതി P, CDS അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. സമാപന സമ്മേളനം വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SL കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. CDS വൈസ് ചെയർപേഴ്സൺ ശോഭന അമ്മ നന്ദി രേഖപ്പെടുത്തി. ഒന്നും പരിശോധിക്കാതെ ഒരു വായ്പ അനുവദിക്കോ? ഇല്ലല്ലോ. ബാങ്കിന്റെ പ്രഗതി അയൽക്കൂട്ടത്തിൽ വന്ന് തലമാറിനെ പരിശോധിച്ചുകൊണ്ടാണ് ഒരു വായ്പ അനുവദിക്കുന്നത്. തർക്കമൊന്നുമില്ലല്ലോ. അങ്ങനെ അനുവദിച്ച ഒരു വായ്പയാണ് അത്. ഇത് വേണ്ട എന്ന് പറഞ്ഞ് വിരസിച്ച് നിൽക്കുന്ന ഒരാൾ, ആ ആളാണ് ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുന്നത്. ആദില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇത് തനിക്ക് താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ എതിരായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 12 ആളുകളുടെ ജീവിതത്തെ തകർക്കാൻ നമുക്ക് കഴിയും? ഇല്ലല്ലോ. 12 ആളുകൾക്ക് ആവശ്യമുണ്ട്. അവരിതുമായി മുന്നോട്ട് പോകണം. ഇത് നല്ല കൃത്യമായി തിരിച്ചടക്കുവാൻ ഞങ്ങൾക്ക് അത് കഴിയും, അല്ലെങ്കിൽ അത് യാതൊരു പോരായ്മയും ഞങ്ങൾ വരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 12 ആളുകൾ നിൽക്കുകയാണ്. ഒരാൾ അത് വേണ്ട, അല്ലെങ്കിൽ അയാൾക്ക് മറ്റൊരു ലോണുണ്ട്. ആ ലോൺ ഉള്ളത് കൊണ്ട് മറ്റൊരു ലോൺ കൂടെ എടുത്താൽ അല്ലേ ചെറുപ്പത്തിൽ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മറ്റ് 12 ആളുകളുടെ ആവശ്യത്തെ നിരസിക്കാൻ കഴിയില്ല. ബാങ്ക് അത് പരിശോധിക്കും. ബാങ്ക് പരിശോധിച്ചുകൊണ്ട് കൃത്യമായി നിരക്ക് രേഖപ്പെടുത്തി CDSന്റെ ചെയർപേഴ്സൺ റെക്കമെൻഡ് ചെയ്ത് അത് അനുവദിക്കുക. അപ്പോഴാണ് ഒരു പ്രിയപ്പെട്ട സഹോദരി, ഈ കുടുംബശ്രീയുടെ ഭാഗമായി വളർന്നു വന്ന ഒരു സഹോദരി നോക്കൂ, 98 കാലഘട്ടം വരെ എന്തെന്നോ ഏതെന്നോ അറിഞ്ഞുകൂടാ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക്, കുറെ ആളുകൾക്ക് അല്ലെ, കുറച്ചു പേർക്ക് വിദ്യാഭ്യാസമുണ്ട്, കുറച്ചു പേർ അതിന്റെ ഭാഗമായി തൊഴിൽ നേടുന്നു. 98 കാലഘട്ടം വരെ ഒരു ദേശസാക്ഷരത ബാങ്കിന്റെ പടിവാതിൽക്കലേക്കും പോകുവാൻ ഒരു സഹോദരിമാർക്കും അവകാശമില്ലായിരുന്നു. 98 കാലഘട്ടത്തിന് ശേഷം കുടുംബശ്രീ സംവിധാനം വന്നതിന് ശേഷം ഈ ആര്യനാട് ഭാഗത്തുള്ള SBTയിലും കാനറാ ബാങ്കിലും അടക്കം നമ്മുടെ സഹോദരിമാർ പോവുകയാണ്.